പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ സാധനങ്ങൾ വാങ്ങാൻ പോവാണ് കേട്ടോ. ഒരു മാസത്തെ സാധനങ്ങൾ എല്ലാ മാസം അങ്ങനെ ഞങ്ങൾ വാങ്ങാറ്. എല്ലാ മാസവും അതന്നെ എപ്പോഴും വാങ്ങാൻ പോകുമ്പോൾ ഒരു മാസത്തെ സാധനങ്ങൾ വാങ്ങല്. അത് സാധാരണ എവിടെയാണ് ജാംജൂമെന്നോ ജാംജൂമെന്ന് ഒക്കെ വാങ്ങല്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല. അവിടെ എപ്പോഴും പാട്ട് വെച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കില്ല. പിന്നെ ജാംജൂമിക്ക് പോകാനാണ് വിചാരിച്ചത്. ജാംജൂമിൽ ഇതുവരെ പോയിട്ടില്ല സാധനം. പക്ഷേ നെസ്റ്റോയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിലകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചത്. അപ്പോൾ അവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു ബിസ്മി പോയിട്ട് സാധനങ്ങൾ വാങ്ങാം. ഞങ്ങൾ സാധാരണ ബിസ്മിയിൽ തന്നെയാണ് എപ്പോഴും പോയി വാങ്ങാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. അവിടെ പോയി വാങ്ങാം, ബിസ്മിയിൽ പോയി വാങ്ങാം. അവിടുന്ന് കാണാമല്ലോ, അവിടുന്ന് കാണാം. ബിസ്മിക്ക് എന്താണ് സാധനം വാങ്ങാൻ. സാധനങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഈ മാസം സാധനമൊന്നും വാങ്ങിയിട്ടില്ല, എല്ലാം തൊപ്പടിച്ചൊന്നും വാങ്ങിയിട്ടോ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ബിസ്മിയിലെത്തിട്ടോ. ഞങ്ങളെ സാധനങ്ങളെ ഓരോന്നോരോന്ന് വാങ്ങാൻ കേട്ടോ. ഓനാപ്പപ്പൊടി ഇത് മുട്ടായില്ലേ, ഇതൊക്കെ പകുതി വില ഉള്ളൂ. ചോക്ലേറ്റ് എത്രയാണ്? 350. പകുതി അപ്പോൾ 150. പകുതി വില. നമുക്ക് കാണാം. കിട്ടിയോ? ഓ അന്നത്തെ വൈറ്റിന്റെ പകരം അല്ലേ? ഈ ഇറക്കുണ്ടോ അതിന്? ഇത് 32 എനിക്ക് തോന്നി വരില്ല. ഞാൻ കാണിച്ചു തരാം. ഓവറായാലും കുഴപ്പമില്ല. അതെത്ര? അല്ലല്ലോ, അങ്ങോട്ട് ബാക്കിക്ക് എത്തണ്ടേ? അങ്ങനെ എത്തണില്ലല്ലോ. ടൈറ്റ് അതന്നെ, ബാക്കിക്ക് എത്തണില്ല. കൊടുക്കാലോ. എൻ്റെ ഓനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പാൻറ് കണ്ടപ്പോൾ അത് നോക്കുക. അത് വലിയണ ടൈപ്പാണോ? വലിയണ ടൈപ്പ് ആണെങ്കിൽ ചിലപ്പോൾ കൊള്ളുണ്ടാവും. അതെ എടാ വലിയണുണ്ട്. അത് വലിയണ ടൈപ്പ് ആണെങ്കിൽ ചിലപ്പോൾ കൊള്ളും, തോന്നണില്ല കേട്ടോ. നിങ്ങളെവിടുന്നാ കിൻഡർ ജോയ് വാങ്ങി? അപ്പൊ തന്നെ എന്തിനാ പൊട്ടിക്കണം? വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചാ പോരെ? അതൊക്കെ ഇതിൽ കാണിക്കണേ. കിൻഡർ ജോയ് വാങ്ങിയതാണ്. 50 രൂപയാണ് ഒന്നിന്. പൊട്ടിച്ചിട്ട് ഓരോന്ന് നോക്കട്ടെ. കണക്കെന്താ കിട്ടി നോക്കട്ടെ.
ഇതില് തിന്നാളാണ് കാണിച്ചു കൊടുക്കേ. നിങ്ങൾക്ക് ഈ മണ്ടണത് ഓടി കളിക്കല്ലേ. കളിസാമാനം പൊട്ടിച്ചു. എന്താണ് നിങ്ങളെന്താ പ്രതീക്ഷിച്ചത്? കാണേ നന്നായി. നിങ്ങളല്ലാതെ അതൊക്കെ വാങ്ങി കൊടുക്കാൻ നിൽക്കുമോ? 10 റുപ്യന്റെ നല്ല കളിപ്പാട്ടുണ്ടാവില്ല. ഓരല്ലൊരു കഴുത്ത് കുറച്ച് വണ്ണം കൂടുതലാണ്. അല്ലേ, ഞാൻ അവനെ എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ തരുള്ളൂ. തിരിച്ചു കൊടുത്ത് അടുക്കൂല, അണക്കത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടേ തരുള്ളൂ. കാരണം എന്താ, എന്തുകൊണ്ട് അറിയോ, നമ്മൾ അറിഞ്ഞും കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഒന്നും ചെയ്യല്ലേ. നല്ലത് വലിയ ഒരു ഇതാണല്ലേ, നല്ല കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ജനൊന്നും ഒന്നും നോക്കണ്ട. പൈസ ഇത് നടക്കില്ല. പൈസ ഉണ്ടോ? ഇതിലെന്താ ഇങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു വെള്ളേ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു വെള്ളേ അതന്നെ. അതെവിടെ? ഇതിലിഞ്ഞോണ്ട് പാൻറ് കൂടി എന്തൊക്കെ സാധനം പെരും കരണ്ട എന്തൊക്കെ പെരും കാണണ്ടേ. ചുരുങ്ങിയതാ പാൻറ്. ഇന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇനിയെന്ത് ഇന്നെന്താണ് അത് വെള്ളടാനാ? ഉപ്പള പാൻറ് ഈ പാൻറ് ഇപ്പോഴാണ് ഷർട്ടിന് മാച്ചായത്. പിന്നെ നല്ലതല്ലേ. അവൻ ഇങ്ങനത്തെ ഒരു പാൻറ് കൊണ്ടുവന്നായിരുന്നു കൂട്ടുകാരൻ്റെ. അല്ല, അത് ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ. അതൊക്കെ ആരെയൊക്കെ മണ്ണ കളിച്ചാടാ. 50 രൂപ ഇത് കൊടുത്തിട്ട് കുട്ടികളെ പറ്റിക്കാൻ പേര് 50 രൂപ കുട്ടികളെ ടൈറ്റ് ആവുന്ന ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വീടിച്ച ചെറിയൊരു ന്യൂസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു ഗൈസ്. എല്ലാവരും കഴിക്കുക. റിച്ച് എന്താ കഴിക്കണേ? ബിരിയാണി. ഇത് അച്ചു ബിരിയാണി, കോഴി ബിരിയാണിയാണ് കേട്ടോ. അമ്മ ചോറ്, ഇതാ ക്യാമറമാനോന് ബിരിയാണി, കോഴി ബിരിയാണി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും പറയട്ടെ. ബിരിയാണി